ഇന്നൊരു രസം ഉണ്ടായേ. ഇന്നലെ ഞാൻ ആൾക്കാരെ നിന്നപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആൾക്കാരെ കാണുമല്ലോ. അപ്പോഴേ ഈ നടുവൊക്കെ കുടിഞ്ഞ് ആൾക്കാർ താങ്ങിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക കരുണ തോന്നിയവരോട് ഞാൻ അവരുടെ കാര്യം ആദ്യം സാധിച്ചു കൊടുത്തു. അവരെ കാര്യമായിട്ട് പരിഗണിച്ച് അവർ സൈത്ത് പൂശി ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവർ നിർത്തി കഷ്ടപ്പെടുത്താതെ പറഞ്ഞു വിട്ടു. അപ്പം എൻ്റെ ഉള്ളിൽ ചിരി വരുന്നുണ്ട്. അത് ഞാൻ എന്നെ തന്നെ ആക്ഷേപിച്ചതാണ് ശരിക്കും. കാര്യം ഈ കൃപാസനത്തിലെ ആൾക്കാരുടെ തിരക്ക് കാരണം ഞാൻ എല്ലാവരും ഒരുപോലെയാണ് പരിഗണിച്ചു പോണത്. ചില ആൾക്കാരെ പ്രത്യേകിച്ച് അങ്ങനെ പരിഗണിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് പറഞ്ഞാലേ, നമുക്ക് കൃപാസനം ടോക്കിൻ്റെ തന്നെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമർ കെയർ ചെയ്യത്തില്ല ഞങ്ങളാരും. കൃപാസനത്തിൽ വന്ന് എനിക്ക് മനസ്സിലാവും. ഈ ബിസിനസ് സെൻറ്ററിലാണ് കസ്റ്റമർ കെയർ നടത്തുന്നത്. അപ്പോൾ ആ ചേട്ടാ ഇരിക്കും, ചേട്ടാ സുഖമാണ്, ചേട്ടാ വെള്ളം വേണം കുടിക്കാൻ, ആ പോണവരെ അവരെ പിന്തിരിഞ്ഞുകൊണ്ട് അവരെ പമ്പർ ചെയ്തുകൊണ്ട് നടക്കും. ഇങ്ങനെ ഒരു കെയർ നിങ്ങൾക്ക് കൃപാസനത്തിൽ കിട്ടത്തില്ല, അറിയാമല്ലോ. പക്ഷേ അതിന് പകരം വേറെ ഒരു കെയർ കിട്ടും. അത് റഫായിട്ടുള്ള കെയറാണ്. എന്താണ് കാര്യം? കവനൻ കെയർ. കവനൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസ് ഇല്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കും, ഈ ഉടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ റഫായിട്ട് പറയുമ്പോൾ ചേച്ചാ കൈ തന്നെയൊന്നും മീൻ വണ്ടി വിട്ടേക്കാൻ പറയും. അതിൻ്റെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ കവനൻ്റ് എന്ന് പറയുന്ന ദൈവം എത്രയോ ജനങ്ങളുടെ ലോകത്തുണ്ടായിരുന്നു. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യർ അത് അനുഭവിച്ചു. ഇന്നും എന്തുമാത്രം അക്രൈസ്തവരാണ് ആൾത്താരയിൽ ഇന്നലെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയണം ദൈവത്തെ അനുഭവിച്ചിട്ട്. അതൊക്കെ ഓർക്കുമ്പോഴേ, അതായത് ഒരു ദിവസം ഇന്നലെ കിട്ടിയ ഒരു സാക്ഷ്യം എന്നറിയാമോ? അതായത് ഒരു ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അവരിങ്ങനെ തുപ്പി നടക്കും, ഭക്ഷണം കഴിക്കത്തില്ല. അപ്പം അവരെ മെലിഞ്ഞ ആള് ആൾക്കാരെ പിടിച്ചു കൊണ്ടാണ് കൊണ്ടുവരുമ്പോൾ അവർ വന്നപ്പോൾ തന്നെ അവർ അവിടെ വീണ് കഴിഞ്ഞ ശേഷം അവർക്ക് ബോധം വന്നപ്പോൾ, മാതാവിൻ്റെ തിരിച്ചറിഞ്ഞ് വന്നപ്പോൾ അവർ ബോധം വന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവർ ഭക്ഷണം കഴിക്കേണ്ട അവരുടെ മകൾ കരഞ്ഞുപോയി. കാര്യം മാസങ്ങളായി അമ്മ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം അമ്മ ആ കെട്ടഴിച്ച് വിട്ട്. പക്ഷെ എന്നാലും തുപ്പൽ മാറുന്നില്ല. അത്താരയിൽ അവർ വരുമ്പോൾ അവർക്ക് വേറെ എന്തോ അസുഖമൊക്കെ പറഞ്ഞു അത്താര വരികയാണെങ്കിലും, ഞാൻ സൈത്തെടുക്കുമ്പോൾ ഈശോ എന്നെ കൊണ്ട് അവിടെ തൊണ്ടയിൽ കുറിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തൊണ്ടയെ കുറിച്ചിട്ട് അതോടുകൂടി അവിടെ തുപ്പൽ നിർത്തി. എത്രയോ വർഷങ്ങളുടെ തുപ്പലാണ് ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ ഇത് കാണുമ്പോൾ ദൈവത്തിനെ അനുഭവിച്ച് കഴിയുമ്പോൾ ആ മകള് കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത്, കരഞ്ഞുകൊണ്ട്. അപ്പോൾ ഉടമ്പടി ഇതിനകം എത്രയോ ലക്ഷങ്ങൾ അത് യേശുവിനെ ആദ്യമായിട്ടും കണ്ടുമുട്ടുന്നവർ പോലും ദൈവത്തെ അനുഭവിക്കുക. അപ്പോൾ ദൈവത്തെ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ചെയ്യണത് എന്താണ്? ഞങ്ങൾ കസ്റ്റമറിനെ കെയർ ചെയ്യത്തില്ല, പക്ഷെ കവനൻ്റെ കെയർ ചെയ്യും. ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിനെ നീതിയെയും കുറിച്ച് തന്നെ അന്വേഷിക്കുക. അതാണ് കവനൻ കെയർ എന്ന് പറയുന്നത്. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കവനന്റെ കൃത്യവും വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടി, അത് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ അവരെ ഞങ്ങളെ ട്രെയിൻ ചെയ്യും. പിന്നെ കവനനെ തെറ്റിക്കുന്നവരോട് വളരെ ശാസനാപൂർവ്വം സംസാരിക്കും. തറയിലൊക്കെ ഞാൻ സംസാരിക്കാൻ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും. കുർബാനയ്ക്ക് വളരെ കർക്കശമായിട്ട് സംസാരിക്കും. നിങ്ങൾ ആലപ്പുഴ വന്ന് പണി മേടിക്കരുത് തന്നെ ഞാൻ പറയും. എന്താ കാര്യം? ചില ആൾക്കാർക്ക് ക്രിസ്തുവിന് അനുഗ്രഹം വേണം, ക്രിസ്തുവിനെ വേണ്ട. അപ്പം ഞങ്ങൾ ദൈവമാണെങ്കിലും ക്രിസ്തുവിൻ്റെ കൂടെ അനുഗ്രഹം കൊടുക്കത്തുള്ളൂ. ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളും ക്രിസ്തുവിൻ്റെ കൂടെ മാത്രമേ അനുഗ്രഹം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ കസ്റ്റമർ കെയർ, കവനൻ കെയർ, അത് നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം. നിലപാടിൻ്റെ കാര്യത്തിൽ ക്രിസ്തുവിനായിരിക്കണം ഒന്നാം സ്ഥാനം. എന്നാൽ പിന്നെ ക്രിസ്തു നിങ്ങളെ തിരിച്ചറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അനുഗ്രഹിക്കും.